ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ. ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിൻ്റെ ക്വാളിറ്റീസാണ് പറയുന്നത്. ആദ്യത്തേതാണ് കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നത് ഗ്രേറ്റർ ദാൻ 100 Nm/mm² ആണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 100 Nm/mm², അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 100 MPa എന്ന് പറയാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1000 kg/cm² എന്ന് പറയാം. ഓക്കെ, ഈ ഒരു 3 യൂണിറ്റിലും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ കംപ്രസീവ് സ്ട്രെങ്ത് ഗ്രേറ്റർ ദാൻ 100 Nm/mm² എന്ന് പറയാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 100 MPa എന്ന് പറയാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1000 kg/cm² എന്ന് പറയാം. ഓക്കെ, അതാണ് കംപ്രസീവ് സ്ട്രെങ്ത്. ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഇത്രയായിരിക്കണം. ദെൻ അടുത്തതാണ് ടഫ്നെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 19 ആണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 19 ആണ് ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിൻ്റെ ടഫ്നെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഈ ടഫ്നെസ് ഇൻഡെക്സ് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഹൈ എന്ന് തിരിച്ചിട്ടുണ്ട്, ദെൻ മീഡിയം തിരിച്ചിട്ടുണ്ട്, ദെൻ ലെസ് എന്ന് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഹൈ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 19 വന്നാൽ അത് ഹൈ ആണ്. ദെൻ മീഡിയം വരുന്നത് 13 മുതൽ 19 വരെ വന്നാൽ മീഡിയം ആണ്. ദെൻ ലെസ് ദാൻ 13 വന്നു കഴിഞ്ഞാൽ അത് ലെസ് ആണ്. ഓക്കെ, അപ്പോൾ ഹൈ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 19 വരണം, മീഡിയം ടഫ്നെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 13 മുതൽ 19 വരെ വരണം, ദെൻ ലെസ് ടഫ്നെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 13 വരണം. ഓക്കെ, ദെൻ അടുത്തത് കോഎഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ്. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ് ഗ്രേറ്റർ ദാൻ 17 ആണ്. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ് എത്രയാണ്? ഗ്രേറ്റർ ദാൻ 17 ആണ്. ഇവിടെയും നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? ഹൈ, കോഎഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ്, ദെൻ മോഡറേറ്റ്, ലെസ്. ഓക്കെ, ഹൈ, മോഡറേറ്റ്, ലെസ്, അങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹൈ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 17 ആണ്. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ 14 to 17 ആണ്, 14 മുതൽ 17 വരെയാണ്. ദെൻ 14നേക്കാളും കുറവായാൽ ലെസ്. ആ ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ ഓർത്ത് വെച്ചിരിക്കുക. ദെൻ അടുത്തത് റേറ്റ് ഓഫ് വിയർ ആൻഡ് ടിയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3% ആണ്. ഓക്കെ, റേറ്റ് ഓഫ് വിയർ ആൻഡ് ടിയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3% ആണ്. ഇവിടെ ഒരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2% എന്നൊരു ഓപ്ഷൻ കൂടെ ചില ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2%. ഈ 2% എന്ന് പറയുന്നത് റോഡ് വർക്ക്സിനുള്ള സ്റ്റോൺസിൻ്റെതാണ് പറയുന്നത്. ഓക്കെ, റോഡ് വർക്ക്സിൻ്റെ സ്റ്റോൺസിൻ്റെ റേറ്റ് ഓഫ് വിയർ ആൻഡ് ടിയർ ആണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2% എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ബിൽഡിംഗ് സ്റ്റോൺ ആണെങ്കിൽ റേറ്റ് ഓഫ് വിയർ ആൻഡ് ടിയർ പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3% ആണ്. ദെൻ അടുത്ത് വാട്ടർ അബ്സോർഷൻ ലെസ് ദാൻ 5% ആയിരിക്കണം. ഓക്കെ, ലെസ് ദാൻ 5% ആയിരിക്കണം. ഇവിടെയും ചില ക്വസ്റ്റ്യൻസിൽ 0.6 എന്നൊരു വാല്യൂ കൂടെ കാണാറുണ്ട്. ഓക്കെ, 0.6% എന്നൊരു വാല്യൂസ് കൂടെ കാണാറുണ്ട്. ലെസ് ദാൻ 0.6 ആണ്. ആ ഒരു വാല്യൂ കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, വാട്ടർ അബ്സോർഷൻ എത്രയാണ്? ലെസ് ദാൻ 5% ആണ്. ഇനി ഗ്രേറ്റർ ദാൻ 10% ആയി ഈ വാട്ടർ അബ്സോർഷൻ ഗ്രേറ്റർ ദാൻ 10% ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റോണിനെ ഉപയോഗിക്കത്തില്ല. ഓക്കെ, ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചിരിക്കുക. വാട്ടർ അബ്സോർഷൻ എന്ന് പറയുന്നത് സ്റ്റോണിൻ്റെ വാട്ടർ അബ്സോർഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 5% ആണ്. അതിൽ തന്നെ 0.6 എന്നൊരു വാല്യൂ കൂടെ ഓർത്ത് വെച്ചിരിക്കണം. ദെൻ വാട്ടർ അബ്സോർഷൻ ഗ്രേറ്റർ ദാൻ 10 ആയാൽ ഗ്രേറ്റർ ദാൻ 10% ആയിക്കഴിഞ്ഞാൽ ആ സ്റ്റോൺ നമ്മൾ യൂസ് ചെയ്യാറേ ഇല്ല. ഓക്കെ, ആ സ്റ്റോൺ നമ്മൾ റിജക്റ്റ് ചെയ്യും. ദെൻ അടുത്തത് സ്റ്റോണിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത് 2.7 ആണ്. ഓക്കെ, എത്രയാണ്? സ്റ്റോണിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത് 2.7 ആണ്. നമ്മൾ സിമൻറ്റിൽ സ്പെസിഫിക് ഗ്രാവിറ്റി പഠിച്ചിട്ടുണ്ട്, ബ്രിക്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി പഠിച്ചിട്ടുണ്ട്. എത്രയാണ് ബ്രിക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി? എത്രയാണ്? 1.822 ആണ് ബ്രിക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ദെൻ സിമൻറ്റിൻ്റെതോ 3.15 ആണ്. ഓക്കെ, ദെൻ സ്റ്റോണിൻ്റെത് 2.7. ഓക്കെ, അങ്ങനെ സ്പെസിഫിക് ഗ്രാവിറ്റി നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരുമിച്ചൊക്കെ എഴുതി വെച്ചിരുന്ന് പഠിക്കുക. അതൊക്കെ എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദെൻ അടുത്തൊരു പോയിൻ്റാണ് സീസണിങ്. നമ്മൾ ടിമ്പറൊക്കെ സീസണിങ് ചെയ്യുമ്പോൾ സ്റ്റോണിനും സീസണിങ് ഉണ്ട്. ആ സീസണിങ് എന്ന് പറയുന്നത് 6 to 12 മന്താണ്. ഓക്കെ, സ്റ്റോണിൻ്റെ സീസണിങ് പീരീഡ് എന്ന് പറയുന്നത് 6 to 12 മന്താണ്. ഓക്കെ, അതാണ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിൽ വരുന്ന പോയിൻറ്റ്സ്.